ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പിറ്റ് ബേബി സീസൺ 2-ൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഗാരേജ് ഇരുന്നുകൊണ്ട് അലനും ജെഫും ബേബിയും ചാർലിയും പിന്നെ നോർത്തും സോണിക്കും കൂടെയൊക്കെ ആയിട്ട് ക്രിസിൻ്റെ ഫോട്ടോ നോക്കുന്നതാണ്. ഇപ്പോൾ ക്രിസിനെ കാണാനായിട്ട് വെയിനെ പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ കണ്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ഷോക്കിലാണ് ഇവരെല്ലാവരും ഉള്ളത്. എന്നാൽ ഇവരുടെ അറിവിൽ വെയ്ക്കാണെങ്കിൽ റിലേറ്റീവ്സോ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അവനെപ്പോലെ തന്നെ എക്സാക്റ്റ് ഇരിക്കുന്ന ഒരാൾ വരാമെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. പക്ഷേ ചാർലി പറയുന്നുണ്ട് ഒരു DNA കണക്ഷനും ഇല്ലാതെ ഒരുപോലെ വരുന്ന ആൾക്കാരെയൊക്കെ ഡോപ്പിൾ ഗ്യാങ്ങർ എന്നാണ് പറയുന്നത്. പിന്നെ അത് അങ്ങനെ നടക്കാത്ത കാര്യമൊന്നുമല്ല, മേ ബി നടക്കുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ബേബിക്കാണെങ്കിൽ ഡൗട്ട് തോന്നിയിട്ട് വേയുടെ മരണത്തിൽ ക്രിസിന് എന്തെങ്കിലും പങ്ക് കാണുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് ചാർലി പറയുന്നുണ്ട് പക്ഷേ വേയിനെക്കുറിച്ച് ക്രിസിന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പീറ്റാണെങ്കിൽ അവൻ്റെ പവർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയതല്ലേ. ആ സമയം ക്രിസ് സത്യം തന്നെയാണ് പറയുന്നതെന്ന് പീറ്റും പറഞ്ഞതല്ലേ. അപ്പോൾ പിന്നെ അവനെ സംശയിക്കേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അലൻ വേ ജീവനോടെ വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ അവനൊന്ന് വെടിയുട്ടുന്നതും അവൻ മരിക്കുന്നതും നമ്മളെല്ലാവരും കണ്ടതല്ലേ. അവനെ കൊന്ന ടോണിയും ഇപ്പം മരിച്ചു, അതുകൊണ്ട് തന്നെ അതൊരിക്കലും വേയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജെഫാണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രിസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് അവനൊന്ന് നിരീക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. അവരും ഓക്കെ എന്ന് പറയാണ്. അതിനുശേഷം സോണിക്കിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ മാറി നിന്നിട്ട് ആരടുത്ത് ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു, ഞാൻ മെസ്സേജ് അയക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. ആ ടൈമിന് അവൻ്റെ അടുത്തേക്ക് നോർത്ത് വരുന്നത് കാണുന്നതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം നോർത്ത് വന്നിട്ട് ഇവിടെ ഒരു പുതിയ കട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോയി ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ സോണിക്ക് ഇപ്പം എല്ലാവരും വേയിനെ പോലെ ഇരിക്കുന്ന ക്രിസിനെ കണ്ടതിന് ടെൻഷനല്ല, അപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്, നമുക്ക് പിന്നെ പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം എപ്പോഴാണെന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലും പോവാം, ചിലപ്പോൾ ഞാനാണെങ്കിൽ അങ്ങ് പഠിക്കാനായിട്ട് വീണ്ടും എബ്രോഡ് പോയിട്ട് അടുത്ത ലീവിൽ വരുമ്പോഴായിരിക്കും. എന്തായാലും എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് ശേഷം നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ ടൈമിന് സോണിക്കാണെങ്കിൽ വന്നപ്പോൾ തൊട്ടേ തന്നെ എന്തോ അവോയ്ഡ് ചെയ്യുന്നൊരു ഫീല് നോർത്തിന് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സോണിക്ക് നടന്നു പോയി കഴിയുന്നതും നോർത്തിന് ഭയങ്കര വിഷമാവുന്നുണ്ട്, അവൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അതിനുശേഷം പീറ്റിനെ കാണിക്കുകയാണെങ്കിൽ അവനാണെങ്കിൽ ഒരിടത്ത് വന്നിരുന്ന് ഒരു ഡ്രിങ്ക്സൊക്കെ ഓർഡർ ചെയ്തിട്ട് അത് കുടിക്കുന്നുണ്ട്. ആ ടൈമിന് തന്നെ അങ്ങോട്ടേക്ക് ക്രിസും വന്നിരുന്നിട്ട് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്ത് കുടിക്കാൻ തുടങ്ങുന്നുണ്ട്. ആ സമയം പീറ്റ് ക്രിസിനെ നോക്കുമ്പോൾ അത് വേയായിട്ട് തോന്നുന്നുണ്ട്. കാരണം ക്രിസ് ഡ്രിങ്ക് ചെയ്യുന്ന രീതിയൊക്കെ തന്നെ വേയിനെ പോയിട്ട് സിമിലറായിട്ട് വരുന്ന ഒന്നായതുകൊണ്ട് തന്നെ അത് വേയാണെന്ന് അവർ സെക്കൻഡ് വിചാരിച്ച് പോകുന്നുണ്ട്. എന്നിട്ട് ക്രിസിൻ്റെ അടുത്ത് നീ എന്നെ ഫോളോ ചെയ്ത് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, നീ എവിടെയാണ് ഉള്ളതെന്ന് ഞാൻ ജസ്റ്റ് ടച്ചിനോടൊന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്കിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, ഞാനിവിടെ ഒരു വർക്ക് ചെയ്യാനായിട്ടാണ് വന്നത്. നിനക്കിപ്പോൾ ഞാനതിൽ വർക്ക് ചെയ്യണമെന്ന് താല്പര്യം ഇല്ലെങ്കിൽ പോലും ഞാൻ ആ വർക്ക് തീരാതെ പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ ഇവനെ കാണാൻ വേയിനെ പോലെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പീറ്റ് തനിക്ക് ക്രിസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നും പുതിയൊരു റിസർച്ചറിനെ കണ്ടുപിടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ താൻ പോകത്തില്ല എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്ന ടൈമിൽ പീറ്റ് എന്തോ അതിപ്പോൾ എതിർക്കുന്നുമില്ല. പിന്നീട് കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡ് എൻഡായ ഒരു സീനാണ്. വിന്നറിനെയും കെൻറ്റാനെയും നേരെ ടോണിയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതാണ് കാണിക്കുന്നത്. ടോണിയാണെങ്കിൽ മരിച്ചു എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഇപ്പോൾ ടോണീനെ ജീവനോടെ കാണുമ്പോൾ ഇവർ രണ്ടുപേരും ഷോക്കാവുന്നുണ്ട്. ആ സമയം ടോണിയാണെങ്കിൽ എന്തേ ഇങ്ങനെ ഒരു എക്സ്പ്രഷനിൽ നോക്കുന്നത്, ഞാൻ ജീവനോടെ ഇരിക്കുന്ന കണ്ടിട്ട് നിങ്ങളൊക്കെ ഞെട്ടിപ്പോയല്ലേ, നിങ്ങളെല്ലാവരും ഒരു സമയമായപ്പോൾ എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ, എല്ലാവരും എൻ്റെ നേർക്ക് തിരിഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ടോണിയുടെ കൈകൊണ്ട് മരിക്കാതിരിക്കാനായിട്ട് വിന്നറാണെങ്കിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളെ കൂടെ നിന്നോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ കെൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ഇയാളെ ഒട്ടും തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ സീസണിൽ വെച്ച് പറയുവാണെങ്കിൽ ടോണീനെ കെൻറ്റ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവനെ കുഞ്ഞിലോട്ടെ വളർത്തിയ ആളായതുകൊണ്ട് തന്നെ അച്ഛ എന്നൊക്കെ ആയിരുന്നു വിളിക്കുന്നുണ്ടായിരുന്നത്. അയാൾ പറയുന്നത് എന്തും അനുസരിക്കുമായിരുന്നു. എന്നാൽ ഇയാൾ ശരിക്കും ആരാണ്, എന്തുമാത്രം ദുഷ്ടനാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് കെൻറ്റ ഇയാൾക്ക് നേരെ തിരിഞ്ഞതും ഇവനും നമ്മുടെ ബേബിയുടെയും ചാർലിയുടെ ഒക്കെ കൂടെ ചേർന്നിട്ട് അയാളെ കൊല്ലാനായിട്ട് ശ്രമിച്ചതും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇയാളെ വീണ്ടും കാണുമ്പോൾ കെൻറ്റയ്ക്ക് ദേഷ്യം വരുന്നതുകൊണ്ട് വിന്നർ ഇയാളുടെ കൂടെ നിൽക്കാനായിട്ട് ഇപ്പോൾ തീരുമാനിക്കുകയാണെങ്കിലും കെൻറ്റ ഞാൻ തൻ്റെ കൂടെ നിൽക്കത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ അവിടുന്ന് പോകാനായി തുടങ്ങാൻ നിൽക്കുകയാണ്. ആ ഒരു ടൈമിന് കെൻറ്റയുടെ അടുത്ത് ടോണി പറയുന്നുണ്ട് ഇപ്പം നീ പൊക്കോ, പക്ഷേ നിനക്ക് എപ്പോഴെങ്കിലും തിരിച്ചു വരണമെന്ന് തോന്നുവാണെങ്കിൽ നിന്നെ സ്വീകരിക്കാനായിട്ട് നിൻ്റെ അച്ഛൻ കൂടെ ഉണ്ടായിരിക്കും, കാരണം നിന്നെ വിട്ടുകളയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാണ്. ആ സമയം കെൻറ്റ എനിക്ക് തന്നെ പോലൊരു അച്ഛനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. ആ സമയം അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആൾ കെൻറ്റയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. എന്നാൽ ടോണിയാണെങ്കിൽ അവനെ ഒന്നും ചെയ്യണ്ട എന്ന ആക്ഷൻ കാണിക്കുന്നത് കൊണ്ട് തന്നെ അയാളാണെങ്കിൽ ഇവനൊന്നും ചെയ്യുന്നില്ല, പകരം ഇവൻ്റെ തലക്കടിച്ചിട്ട് അവൻ്റെ ബോധം കെടുത്തിയിട്ട് അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയം വിന്നർ നിങ്ങൾക്ക് കെൻറ്റേനെ വേണ്ടേ, അവനെ നിങ്ങൾ വിട്ടുകളയാൻ പോവുകയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും
ടോണി പറയുന്നുണ്ട് ഇപ്പം എൻ്റെ ലക്ഷ്യം അവനല്ലാന്ന്. ആ സമയം വിന്നർ പിന്നെ ആരാ, എക്സ്100 ടീമിലുള്ള ബേബിയും ചാർലിയും ഒക്കെ ആണെന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അതൊക്കെയുണ്ട് എന്നിങ്ങനെ ടോണി പറയാണ്. അടുത്ത് ക്രിസിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ വെയിനെ കുറിച്ചുള്ള സംസാരവും പിന്നെ തന്നെ കാണാൻ വെയിനെ പോലെയാണ് ഇരിക്കുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ വെയ് മരിച്ചതും ടോണി മരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവനിങ്ങനെ ന്യൂസ് വന്നത് എടുത്ത് നോക്കുന്നുണ്ട്. അതിലപ്പോൾ വെയുടെ ഫോട്ടോയും ടോണിയുടെ ഫോട്ടോയും ഒക്കെ കാണുന്നുണ്ട്. ടോണി മരിച്ചു എന്ന് തന്നെ എല്ലാവരും ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ജീവനോട് തിരിച്ചു വന്ന കാര്യം ഇപ്പോൾ കെൻ്റെയും വിന്നറും അല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആ ഒരു സീൻ കഴിഞ്ഞിട്ട് പിന്നീട് കെൻ്റേനെ കാണിക്കുമ്പോൾ കെൻ്റേനെ ബോധം കെടുത്തിയിട്ട് അയാൾ അവിടെ നിന്ന് നേരെ കൊണ്ടുപോയത് കുറച്ച് ദൂരത്തേക്കായിരുന്നു. എന്നിട്ട് അവനെ അവിടെയുള്ള റോഡിൽ അങ്ങ് ഇട്ടിട്ട് അയാൾ വണ്ടിയും കൊണ്ട് പോവുകയാണ്. അവനെ ഒഴിവാക്കി കളഞ്ഞതാണ്. ആ സമയം കെൻ്റയ്ക്ക് ബോധം വന്ന് തുടങ്ങിയതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്ന അലനെയാണ്. അടുത്ത ദിവസം രാവിലെ അവനാണെങ്കിൽ ലൈറ്റും സംഭവമൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. ആ ടൈമിൽ അവൻ്റെ കൈ തട്ടി ഒരു ഗ്ലാസ് താഴേക്കൊന്ന് വീഴുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കുപ്പിച്ചില്ലൊക്കെ എടുക്കുന്ന നേരത്ത് അവൻ്റെ കൈയും മുറിയുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് ജെഫ് വരുന്നത്. ജെഫ് അങ്ങനെ വന്നിട്ട് ആ ഒരു ബ്ലഡൊക്കെ നോക്കിയ ശേഷം ഒന്ന് ശ്രദ്ധിച്ചുകൂടെ, നിൻ്റെ മനസ്സിൽ എന്തോ കിടപ്പുണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അലനാണെങ്കിൽ അത് നിനക്കെങ്ങനെ മനസ്സിലായി, നീ എങ്ങാനും നിൻ്റെ പവർ ഉപയോഗിച്ച് എൻ്റെ മനസ്സ് വായിച്ചോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജെഫ് അതൊന്നുമല്ല, എനിക്ക് നിന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, നീ ഇപ്പോൾ വെയിനെ പോലെ ഇരിക്കുന്ന ആ പുതിയ റിസർച്ചർ ക്രിസിനെ കുറിച്ചാണല്ലേ ആലോചിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നല്ലാണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം വെയിനെ പോലെ ഇരിക്കുന്ന ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അതെനിക്ക് ടെൻഷനാക്കത്തില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജെഫാണെങ്കിൽ നേരത്തെ ക്രിസിനെ കണ്ടിട്ട് വെയിനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബേബി ടെൻഷനായി പോകും. നീയല്ലേ അവനെ സമാധാനിപ്പിച്ചത്, അത് വെറും കോയിൻസിഡൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് നീ ഇപ്പോൾ ടെൻഷൻ അടിക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ എനിക്ക് ടെൻഷനുണ്ട്, മരിച്ചു പോയി എന്നൊക്കെ അറിയാം, എന്നാലും ഇങ്ങനെയൊക്കെ ഒരാൾ വരുമ്പോഴത്തേക്കും ഇതിനിപ്പോൾ വേറെ ആരെങ്കിലും പ്ലാൻ ചെയ്ത് അവനെ ഇങ്ങോട്ടേക്ക് അയച്ചതായിരിക്കുമോ, എന്തോന്നായാലും നമുക്കിപ്പോൾ ക്രിസിനെ കിട്ടിയേ പറ്റത്തുള്ളൂ. കാരണം അവന് മാത്രമേ നമ്മളിപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെയൊക്കെ പവർ കളയുന്ന ആ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നതിൽ. അതുകൊണ്ട് നമുക്ക് അതുമായിട്ടൊക്കെ തന്നെ മുന്നോട്ട് പോകും, അവനോട് നിന്നോട്ടെ, അത് തന്നെയാണ് എനിക്കും താല്പര്യമുള്ള കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം തന്നെ ജെഫാണെങ്കിൽ പവറിൻ്റെ കാര്യം പറയുന്നുണ്ട്, പ്രത്യേകിച്ചൊന്നും മിണ്ടുന്നില്ല. ആ സമയം അലൻ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, നിൻ്റെ പവർ എങ്ങാനും തിരിച്ചു വന്നോ, നീ എന്തായാലും 1 വർഷത്തോളമായിട്ട് നിൻ്റെ പവർ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജെഫാണെങ്കിൽ ടെൻഷനായി നിൽക്കുകയാണ്. കാരണം അവൻ്റെ പവർ തിരികെ വന്ന് തുടങ്ങിയതും അതാണെങ്കിൽ അവൻ്റെ ബോഡിയിൽ എഫക്റ്റായിട്ട് അവൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നതൊക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. എന്നാൽ അവനാണെങ്കിൽ അലൻ്റെ അടുത്ത് ഈ കാര്യം തുറന്ന് പറയുന്നില്ല. അതിനുശേഷം ജെഫാണെങ്കിൽ അലൻ്റെ അടുത്ത് ഇനിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് നിന്നിട്ട് കയ്യും കാലൊന്നും മുറിക്കാതെ വല്ലയിടത്തും പോയിരുന്ന് ഫുഡും എല്ലാം കഴിക്കാൻ നോക്കുന്നു പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട്. എന്നാൽ എനിക്കിപ്പോൾ ഫുഡല്ല വേണ്ടത്, നിന്നെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ കിസ് ചെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ട്. പിന്നീട് ബേബീനെ കാണിക്കുമ്പോൾ ഇപ്പോൾ വില്ലി നമ്പർ 1 ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ ബേബിക്ക് വീണ്ടും നമ്പർ 1 ആകാനായിട്ട് അവനാണെങ്കിൽ റേസിംഗ് ഒക്കെ ഇങ്ങനെ ഗെയിം പോലെ കളിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നോർത്തൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ട് ഭയങ്കര പ്രാക്ടീസ് ആണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ബേബി ആണെങ്കിൽ ദേഷ്യത്തിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയും നമ്പർ 1 വന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം അലനും ജെഫും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചാർലിയുടെ അടുത്ത് ബേബിനെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് നോർത്ത് പറയുമ്പോൾ ചാർലിയും എനിക്കും നമ്പർ 1 വരണം, വില്ലീനെ എങ്ങനെയും തോൽപ്പിക്കണം എന്നുള്ള രീതിയിൽ അവനും ഇരിക്കുവാണ്. അങ്ങനെ രണ്ടുപേരും ആ ഒരു ഭാഷയിലിരിക്കുന്നതുകൊണ്ട് തന്നെ നോർത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ അവർക്കിടയിൽ മറ്റൊരു സംസാരം വരുന്നുണ്ട്. അതായത് അവരുടെ കൂടെ റേസ് ചെയ്യാനായിട്ട് ഈ എക്സ്100 ടീമിൽ 3 പേരുണ്ടായിരുന്നു. നമ്മുടെ ബേബി, ചാർലി, കിം. എന്നാൽ കിമ്മാണെങ്കിൽ ഇപ്പോൾ തനിക്കാണെങ്കിൽ ഫസ്റ്റ് ആവണമെങ്കിൽ താൻ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവരോട് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സ്100 ടീമിൽ റേസേഴ്സായിട്ട് ഇപ്പോൾ തുടങ്ങിയ സീസണിൽ മത്സരിക്കാൻ ചാർലിയും ബേബിയും മാത്രമേ ഉള്ളൂ. എന്നാൽ അവർ പോരാ, ഒരാളെയും കൂടെ വേണം എന്നൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. ആ സമയം നോർത്തായാലും ബേബി ആയാലും ഒക്കെ ഒരാളെ ഇപ്പോൾ ഇത് എവിടെ നിന്ന് കൊണ്ടുവരാനാ, മറ്റു ടീമിൽ ജോയിൻ ചെയ്താലും നമ്മുടെ ടീമിലോട്ട് വരാനും ചാൻസ് ഇല്ലല്ലോ, പിന്നെ നല്ല കഴിവുള്ള ഒരാളെ എങ്ങനെ കൊണ്ടുവരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അലനാണെങ്കിൽ കഴിവുള്ള ഒരാളുടെ ആവശ്യം തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ ഗ്രൂപ്പിനെ മനസ്സിലാക്കിയിട്ട് കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളെ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം ഓർത്ത് അതും ശരിയാണ്, പക്ഷെ അങ്ങനെ ഒരാളെ എവിടെ പോയി കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അത് മറ്റാരുമല്ല, നീ തന്നെയാണ്, ഇന്നോട്ട് നീ റേസിന് കാരണം നോർത്ത് എന്ന് പറയുന്നുണ്ട്. നോർത്തിന് ആക്ച്വലി റേസിംഗ് ഒക്കെ ചെറുതായിട്ട് അറിയാമെന്നുള്ളതാണ്. എന്നാൽ ഇത്രയും കാലം അവൻ ആ ഒരു അവസരം കിട്ടിയിട്ടില്ല. കാരണം അവരുടെ ആ എക്സ്100 ടീമിൽ ഓൾറെഡി കുറേ ടോപ്പ് റേസേഴ്സ് ഉള്ളതുകൊണ്ട് അവരായിരുന്നു എപ്പോഴും മത്സരിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നോർത്ത് അവരുടെ അടുത്ത് ദേഷ്യം കാണിക്കുകയും ഒന്നും തന്നെ ചെയ്യാതെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോർത്തിന് ഈ ഒരു അവസരം കിട്ടുമ്പോൾ അവൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന സോണിക്കും നോർത്തിനെ ഹഗ് ചെയ്തിട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ആ സമയം ബേബി വന്നിട്ട് ഇന്നോട്ട് നിന്നെയും ചാർലീനെയും ഞാൻ നല്ലതുപോലെ ട്രെയിൻ ചെയ്യിക്കൂ എന്നൊക്കെ പറയാണ്. ആ ടൈമിൽ നോർത്ത് മറ്റൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് കിം ഇവരുടെ അടുത്ത് നിന്ന് പോകുന്ന ടൈമിന് ഇവരുടെ കാറൊക്കെ നന്നാക്കാനായിട്ട് 1-2 മെക്കാനിക്സ് ഉണ്ടായിരുന്നു,
അതിൽ കിമ്മിൻ്റെ പേഴ്സണൽ മെക്കാനിക്കിനെ കിം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ, അതായത് വണ്ടിയുടെ കാര്യമൊക്കെ നോക്കാനായിട്ട് ഇവിടെ അലനും ജെഫും ഒക്കെ മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് പറഞ്ഞാൽ ജെഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ 3 പേരുടെയും വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ജെഫിന് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരാളെയും കൂടെ വേണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. ആസമ്മാരൻ അതിനുള്ള ആളും റെഡിയാണെന്ന് പറഞ്ഞിട്ട് കയറി വരാനായിട്ട് ആ ആളെടുത്ത് പറയുന്നുണ്ട്. കയറി വരുമ്പോഴാണ് അത് മറ്റാരുമല്ല, ഡീൻ തന്നെയാണ്. എപ്പിസോഡ് 1 ഡീനിനെയും വിന്നറിനെയും കെൻറ്റേനെയും ടോണിയുടെ ആള് ജയിലിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുവരുന്ന ടൈമിന് ഡീനാണെങ്കിൽ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അയാൾ ഡീനിനെ ഷൂട്ട് ചെയ്തിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആക്ച്വലി ഡീന് മരിച്ചിട്ടുണ്ടായിരുന്നില്ല, അവന് വെടി കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇയാൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിന് ഇവൻ കറക്റ്റ് സൈഡിലുള്ളൊരു സ്ഥലത്തേക്ക് ചാടി ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് വെടി കൊണ്ടിട്ടാണ് വീണേന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഡീന് അവരൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ട് അലൻ്റെ വീട്ടിലേക്കായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ അലൻ്റെ വീട്ടിൽ ബാക്ക് സൈഡ് ചെന്നിരിക്കുമ്പോൾ അലന് തൻ്റെ വീട്ടിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. നൈറ്റ് ടൈം ആയിരുന്നു. അങ്ങനെ അലനാണെങ്കിൽ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഡീൻ അവിടെ നിൽക്കുന്ന കാണുന്നത്. അങ്ങനെ ഡീൻ അലൻ്റെ അടുത്ത് നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ജയിലിൽ കിടന്ന ഞങ്ങൾ 3 പേരും ആരോ പുറത്തിറക്കി, ഞാൻ എസ്കേപ്പ് ആയതാണെന്നൊക്കെ. അതേ ടൈമിന് അലനാണെങ്കിൽ ശരി എന്നാൽ ഇനി നീ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം എനിക്കറിയത്തില്ല, എനിക്ക് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അലനാണെങ്കിൽ നിനക്ക് തിരിച്ച് ഞങ്ങളുടെ കൂടെ ആ ഒരു X100 ടീമിൽ വന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഡീനാണെങ്കിൽ എനിക്ക് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീൻ കാണിച്ചിട്ട് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസണിൽ ഡീനാണെങ്കിൽ ഫസ്റ്റ് ഇവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു പയ്യനായിരുന്നു. ഇവരുടെ കൂടെ തന്നെ റേസർ ആയിരുന്ന ഒരു പയ്യനുമായിരുന്നു. എന്നാൽ പിന്നീട് ടോണിയുടെ ആൾക്കാരും ഇവനെ നല്ലൊരു അടിപൊളി റേസറാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ആണെങ്കിൽ അവരുടെ ടീമിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഡീന് ഇവരുടെ നേരെ തിരിഞ്ഞതാണ്. നമ്മുടെ ബേബയുടെയും ചാർലിയുടെ ഒക്കെ നേരെ തിരിഞ്ഞിട്ട് ബേബിനെയും ചാർലിനെയൊക്കെ കൊല്ലാൻ വരെ നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡീന് തിരിച്ച് വന്നപ്പോഴത്തേക്കും ബേബയുടെ അടുത്ത് പെർമിഷൻ ചോദിക്കുന്നുണ്ട് ഇവനെ തിരിച്ചെടുക്കണോ വേണ്ടേന്നൊക്കെ. ആ സമയം ബേബയ്ക്ക് ആദ്യം അങ്ങോട്ട് ഇഷ്ടം തോന്നുന്നില്ല, കാരണം അവരെ കൊല്ലാൻ ശ്രമിച്ച ആളാണല്ലോ ഡീൻ. എന്നാൽ ഡീൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് റേസർ ആവണമെന്ന് ഒരാഗ്രഹമില്ല, ഇനി തൊട്ട് ഞാൻ വേണമെങ്കിൽ മെക്കാനിക് ജോലി ചെയ്തിട്ട് ഇവിടെ നിന്നോളാം. പിന്നെ എനിക്ക് ഇപ്പോൾ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു വിശ്വാസം തിരിച്ച് നേടണമെന്ന്. സത്യമായിട്ട് ഞാനൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ബേബി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നീയാണെങ്കിൽ നല്ലൊരു റേസർ ആവാൻ വേണ്ടിയിട്ടാണ് ടോണിയുടെ കൂടെ പോയെന്ന്. എന്തായാലും കുഴപ്പമില്ല, നീ ഇവിടെ വർക്ക് ചെയ്തോ, എനിക്ക് ഓക്കെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അലൻ എങ്കിൽ പിന്നെ ഡീനും ഇനി തൊട്ട് കൂടെ വർക്ക് ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ ജെഫും പറയുന്നുണ്ട് അവനാണെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തോട്ടെ, അപ്പോൾ പിന്നെ അവനിനി മുമ്പത്തെ പോലെ ആരെയും കൊല്ലാൻ ശ്രമിക്കത്തില്ല, വണ്ടിയിലൊരു പരിപാടി ഒപ്പിക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബേബിയാണെങ്കിൽ ഒരു ചെറിയൊരു ബാറ് പോലത്തെ സ്ഥലത്ത് വന്നിരുന്നത് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയം കറക്റ്റ് അങ്ങോട്ടേക്ക് വില്ലി വരുന്നുണ്ട്. അങ്ങനെ വില്ലി ഒന്ന് ബേബിനെ കാണുമ്പോൾ ആ ബേബി നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്, എന്താ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ വന്നിരുന്ന് ഡ്രിങ്ക് ചെയ്യുന്നത്, ഞാൻ ഒരു ഡ്രിങ്ക്സ് വാങ്ങിച്ചു തരട്ടെ, നമുക്ക് ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്താലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബേബി ആ സമയം വില്ലീനൊരു മൈൻഡ് പോലും ചെയ്യാതെ നീ പോയി നിൻ്റെ പണി നോക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ വില്ലിയാണെങ്കിൽ ഓ എന്താ ബേബി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ നിൻ്റെ അടുത്തൂടെ ഫ്ലോട്ട് ചെയ്യാൻ നോക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് നല്ലപോലെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ബേബിക്കാണെങ്കിൽ അതിലൊന്നും ഒരു കുലുക്കോ ഇല്ല, ഇവൻ്റെ അടുത്താണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയം വില്ലിയാണെങ്കിൽ ഓ എന്താ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഞാൻ നിൻ്റെ ഒരു ഫാൻ ബോയ് അല്ലേ, ഫാൻ ബോയ് ആയിട്ടുള്ള എനിക്ക് നീയുമായിട്ട് ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ബേബി ആ സമയം എനിക്കാണെങ്കിൽ ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, എനിക്ക് നിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം വില്ലിയാണെങ്കിൽ നിൻ്റെ ഈ ഒരു ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ചാർലി മുമ്പ് നിൻ്റെ ഫാൻ ബോയ് ആണെന്നും പറഞ്ഞ് വന്നതല്ലേ, എന്നിട്ടല്ലേ നിങ്ങൾ ബോയ് ഫ്രണ്ട്സ് ആയത്, അപ്പോൾ പിന്നെ ഈ വന്ന എനിക്കും ഒരു ചാൻസ് കിട്ടാതെയൊന്നും ഇരിക്കത്തില്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേന്ന് വില്ലി പറയുന്നുണ്ട്. ബേബി ആ സമയം എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ പേര് നീ പറഞ്ഞു പോരുത്, മിണ്ടാതിരിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം വില്ലി ഓക്കെ നിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ പേരൊന്നും ഞാൻ മിണ്ടുന്നില്ല, പക്ഷേ ഈ പറയുന്നതിൻ്റെ ബോയ് ഫ്രണ്ട് അവിടെ സാധാരണ രണ്ടും അടയും ചക്കരയുമ്പോൾ ഒട്ടിയിരിക്കുവാണല്ലോ, എന്നാൽ ഇന്ന് അവനെ കാണാൻ പോലും ഇല്ലല്ലോ, എവിടെ പോയി, എന്താ നീ ഒറ്റയ്ക്ക് മാത്രമാണുള്ളത്, എങ്കിൽ പിന്നെ എന്നോട് ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ബേബി എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്നുണ്ട്. വില്ലി ആ സമയം എവിടെ പോകാന്നിങ്ങനെ ചോദിച്ചിട്ട് ബേബിയുടെ മുന്നിൽ കയറി അവനെ വിടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയം അവർ നല്ല ക്ലോസ് ആയി നിൽക്കുമായിരുന്നു. ബേബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സീസൺ 1 കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, ആൽഫ ആയിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും തന്നെ ബോഡി സ്മെല്ല് ഇവന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൽഫാസ് ആയിട്ടുള്ളവരുടെ ഈ ഒരു സ്മെല്ല് കാരണം തന്നെ അവരുമായിട്ട് ക്ലോസ് ആവാനോ ഇൻറ്റിമേറ്റ് ആവാനോ അവന് തീരെ താല്പര്യമില്ല. എന്നാൽ ചാർലിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവൻ്റെ ബോഡിയിൽ അങ്ങനെ ഒരു സ്മെല്ല് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സീസൺ 1 ഇവർ ഒന്ന് സെറ്റായി പോയി തുടങ്ങിയത്. എല്ലാവരും തന്നെ സീസൺ 1 കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് അത് പോയി കണ്ടിട്ട് വരിക, എന്നാൽ മാത്രമേ സീസൺ 2 ആക്ച്വലി മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ കഥയിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇപ്പോൾ വില്ലി ക്ലോസ് ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ ബേബിക്ക് വില്ലി ഒരു ആൽഫ ആയതുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിൽ ആ ഒരു ആൽഫയുടെ സ്മെല്ലെല്ലാം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബേബി നിനക്ക് ആൽഫയുടെ ഭയങ്കര സ്മെല്ലുണ്ട്, എനിക്കാണെങ്കിൽ അതുകൊണ്ട് തീരെ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയാണ്. ആ സമയം ബേബി നല്ല ക്ലോസ് ആയി വന്നപ്പോഴായിരുന്നു ആ ഒരു വില്ലിയുടെ സ്മെല്ല് അവൻ മനസ്സിലാക്കാൻ പറ്റിയത്. വില്ലി അപ്പോൾ മുമ്പ് നിനക്ക് കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ തന്നെ സ്മെല്ല് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ഇപ്പോൾ അടുത്ത് വന്നാലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, എന്ത് പറ്റി നിൻ്റെ പവറൊക്കെ നഷ്ടപ്പെട്ടു പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് ബേബിയുടെ അടുത്ത് ഒന്ന് കളിയാക്കി സംസാരിക്കുന്നുണ്ട്. ബേബി
ബേബയ്ക്ക് ആ സമയം നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ബേബെ മര്യാദയ്ക്ക് പൊക്കോളാൻ പറയുമ്പോൾ വില്ലി എങ്കിൽ പിന്നെ നമുക്കൊരു റേസ് വെക്കാം, അതിലാര് ജയിക്കുന്നോ അതനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട്. ബേബയും ഓക്കെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അടുത്ത ചാർലീനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ പീറ്റിൻ്റെ ലാബിലാണുള്ളത്. അവനിപ്പോൾ ക്രിസിൻ്റെ കൂടെ ഇരുന്നിട്ട് ക്രിസ് കണ്ടുപിടിച്ച പുതിയ മരുന്നിനെ പറ്റി സംസാരിക്കുകയാണ്. അത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ചെറുതായിട്ടൊക്കെ വർക്കാവുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്രിസ് ആണെങ്കിൽ ഈ 2 ഫോർമുലാസ് വെച്ചിട്ട് ഒരു മരുന്ന് ക്രിയേറ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വർക്കാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടച്ച് ഉടനെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേ ടൈമിന് ആ ലാബിൽ വർക്ക് ചെയ്യുന്നൊരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ ചാർലീനെ വിളിച്ചിട്ട് ബേബയും വില്ലിയും ക്ലോസ് ആയി നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിക്കുകയാണ്. ആ ഒരു ക്ലബ്ബിൽ അവരിങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ അത് ഫോട്ടോ എടുത്ത് സ്റ്റോറി എന്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം ആ ഒരു പെൺകുട്ടി കണ്ടിട്ട് ഇപ്പോൾ ചാർലിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇവരെത്രയും ക്ലോസ് ആയി നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ചാർലിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അടുത്ത് വീണ്ടും ബേബിനെ വില്ലീനെയും കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ ഒരു റേസ് തുടങ്ങാനായിട്ട് പോവാണ്. ആ സമയം ബേബി പറയുന്നുണ്ട് ഈ റേസിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എന്നെ ശല്യം ചെയ്യാൻ വരരുതെന്ന്. വില്ലി അപ്പോൾ ഈ റേസിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നീ എനിക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ റേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു റേസിൽ ബേബി എൻഡിങ് ആകുമ്പോഴത്തേക്കും ജയിക്കുന്നുണ്ട്. വില്ലി ആ സമയം നിൻ്റെ ടാലൻറ്റ് പൊളിയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ബേബി ഞാൻ ജയിച്ചില്ലേ ഇനി നീ എന്നെ ശല്യം ചെയ്യാൻ വരരുതെന്ന് പറയുമ്പോൾ വില്ലിയാണെങ്കിൽ ഓക്കെ, പക്ഷേ എന്ത് പറയാനാ, ഞാൻ നിൻ്റെ ഒരു ഫാൻ ബോയ് അല്ലേ, അപ്പോൾ പിന്നെ നിന്നോട് ഒരു സെൽഫി എടുക്കാതെ ഞാൻ എങ്ങനെ പോകുമെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് ബേബിനെ പിടിച്ചു നിർത്തി ഒരു സെൽഫി എടുക്കുന്നുണ്ട്. എടുക്കുന്ന ടൈമിന് അവൻ ബേബിയായിട്ട് നല്ല ക്ലോസ് ആവുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് ബേബി അവനെ നീക്കി മാറ്റിയിട്ട് നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, എന്നെ ശല്യം ചെയ്യാൻ വരരുതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ബേബി ദേഷ്യത്തിൽ അവൻ്റെ കാറിൽ കയറി അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം വില്ലിക്കൊരു കൂസലുമില്ലാതെ നിൽക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഗുഡ് നൈറ്റ് ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നിൽക്കുകയാണ്. അതിനുശേഷം ബേബി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ചാർലി ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. ബേബിയും വില്ലിയും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കണ്ടുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തിൽ ചാർലി ഇരിക്കുമായിരുന്നു. എന്നാൽ അത് മനസ്സിലാക്കാതെ ബേബി വന്നിട്ട് നീ എന്താ വീട്ടിൽ കയറാൻ ലേറ്റായത് എന്ന് ചോദിക്കുമ്പോൾ ചാർലി ഞാനാണോ ലേറ്റായത്, നിനക്ക് മുന്നേ ഞാൻ ഇവിടെ വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ബേബി ആ ശരിയാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങുമ്പോൾ ചാർലി ഇവനെ വിടാതെ ഇവൻ്റെ പുറകെ പോകുന്നുണ്ട്. ആ സമയം ബേബി എന്ത് പറ്റി, എന്താ ഇതിൻ്റെ ദേഷ്യത്തിരിക്കുന്നത്, ഞാൻ ഡ്രിങ്ക് ചെയ്തുകൊണ്ടാണോ, ഞാൻ സോറി കുറച്ചേ ഞാൻ ഡ്രിങ്ക് ചെയ്തിട്ടുള്ളൂ, ഒത്തിരി ഒന്നും ഡ്രിങ്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ചാർലി അപ്പോൾ ഞാൻ ഇല്ലാണ്ട് നീ ഒറ്റയ്ക്ക് പോയി അടിച്ചു പൊളിച്ചോന്നൊക്കെ ചോദിക്കുമ്പോൾ ബേബേ ഇല്ല നീ ഇല്ലാണ്ട് എന്താ അടിച്ചു പൊളി എന്ന് പറയുമ്പോൾ ചാർലി ആണെങ്കിൽ എങ്കിൽ പിന്നെ നിനക്ക് നേരത്തെ വീട്ടിൽ വന്നൂടെ, എന്തിനാ ഇങ്ങനെ ഡ്രിങ്ക് ചെയ്യാൻ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ബേബേ സത്യമായിട്ട് ഞാൻ ഡ്രിങ്ക് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചാർലി ദേഷ്യം കാണിക്കുന്നത് വില്ലിയും അവന് ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ കാരണമാണെന്ന് ഇതുവരായിട്ട് ബേബി മനസ്സിലാക്കുന്നില്ല. ആ ഒരു ടൈമിന് ചാർലി ആണെങ്കിൽ എന്നെപ്പോലെ ഒരു അടിപൊളി ആൾ ഈ വീട്ടിൽ ഇരിക്കുമ്പോൾ നീ ഇങ്ങനെ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ബേബിക്ക് അതിന് പണിഷ്മെൻറ്റ് കൊടുക്കുകയാണെന്നുള്ള രീതിയിൽ അവർ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. ഇൻറ്റിമേറ്റ് ആയി കഴിയുമ്പോൾ ബേബി ഉറങ്ങുവാണ്. ആ ഒരു ടൈമിൽ ചാർലി പോയി ബേബിയുടെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അതിൽ വില്ലിയാണെങ്കിൽ ബേബിയും പിന്നെ അവനും കൂടെ ഒരുമിച്ചെടുത്ത ആ ഒരു സെൽഫി അതാണെങ്കിൽ സ്റ്റോറി ഇട്ടേക്കുന്നതും അവൻ കാണുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും ചാർലിക്ക് കുറച്ചുകൂടെ ദേഷ്യം വരുവാണ്. പിന്നീട് അടുത്ത ദിവസം രാവിലെ ചാർലി ആണെങ്കിൽ ഉറക്കം എണീറ്റ് റെഡി ആവുന്ന ടൈമിന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ബേബിക്ക് ഇനി തന്നോടല്ലാണ്ട് വേറെ ആർക്കെങ്കിലും ഇഷ്ടം തോന്നാൻ സാധ്യത ഉണ്ടാവുമോ എന്ന്. അങ്ങനെ അവൻ റെഡി ആയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബേബിയോട് ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ചാർലി എന്തോ ടീച്ചറെ ഫുഡൊക്കെ ഇന്ന് കുക്ക് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഇന്നലെ രാത്രി നീ എനിക്ക് തന്നത് ഭയങ്കര ഒരു പണിഷ്മെൻ്റ് ആയിരുന്നില്ലേ, അതുകൊണ്ട് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഫുഡ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ സമയം ചാർലി ആണെങ്കിൽ നിനക്കിന്ന് വർക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പക്ഷേ ഞാൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അലൻ്റെ കൂടെ പോകുന്നുണ്ടെന്ന് പറയാണ്. ചാർലി അപ്പോൾ ഇന്ന് വർക്കില്ലെങ്കിലും നീ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന എന്തിനാന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ കുറേ ടൈം കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യണ്ടേന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ചാർലിയുടെ അടുത്ത് നീ എൻ്റെ കൂടെ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചാർലി ആണെങ്കിൽ ഇല്ല, എനിക്ക് ലാബിലോട്ട് പോയിട്ട് ആ മരുന്ന് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറയാണ്. ബേബേ അപ്പോൾ നീയാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ വർക്കൊക്കെ തീർക്ക്, നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് പറയുമ്പോൾ ചാർലി എവിടെ, എന്തിനാണ് ഇപ്പോൾ പുറത്ത് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബേബേ അപ്പോൾ എത്ര നാളായി നമ്മൾ ഒരുമിച്ചൊന്ന് പുറത്ത് കറങ്ങാനൊക്കെ പോയിട്ട്, ഞാനെപ്പോഴും പ്രാക്ടീസില്ല, നീ എപ്പോഴും ലാബില്ല, ഇങ്ങനെ തന്നെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയി ശരിയാവത്തില്ലല്ലോ, നിനക്ക് എങ്ങോട്ടാണ് പോവേണ്ടത്, ഞാൻ ആ പ്ലേസിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്തിടാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അത് വേണ്ട, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം നീ തീരുമാനിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവർ ഫുഡ് കഴിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ബേബി ആണെങ്കിൽ അവൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ വില്ലിയാണെങ്കിൽ പോസ്റ്റ് ചെയ്ത് അവരുടെ ആ ഒരു ഫോട്ടോയിൽ ബേബിനെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബേബിക്ക് അതിൻ്റെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ ബേബിയുടെ മുഖം മാറുന്നുണ്ട്. ഇത് ചാർലി ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ലാബിൽ ചാർലി ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവനും ക്രിസും കൂടെ സംസാരിക്കുന്നതാണ്. ആ സമയം ചാർലി പറയുന്നുണ്ട് മുമ്പ് കണ്ടുപിടിച്ച മരുന്നിൽ പലതും എൻ്റെ ബോഡിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നാൽ ഒന്നും വർക്കായിട്ടില്ലാന്ന്. ആ സമയം ക്രിസ് ആണെങ്കിൽ നിൻ്റെ ബോഡി ഞാൻ ഒന്ന് പരിശോധിച്ചായിരുന്നു, ആക്ച്വലി നിൻ്റെ സെൽസ് എല്ലാം ഭയങ്കര സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ മരുന്നൊന്നും അത്ര എളുപ്പത്തിൽ വർക്കാവാൻ ചാൻസ് ഇല്ല. സോ നമ്മൾ ഏതെങ്കിലും മരുന്ന് ട്രൈ ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട്
നിൻ്റെ ബോഡിയിലെ സെൽസ് എല്ലാം കുറച്ചൊന്ന് വീക്ക് ആക്കണം, അത് അത്രയും സ്ട്രോങ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ മരുന്ന് ഏൽക്കാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്തിന് ഗ്യാരേജിൽ കാണിക്കുമ്പോൾ ജെഫും ഡീനും കൂടെ ആയിട്ട് കാറെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു. ആ സമയം ഡീനിൻ്റെ വർക്ക് കഴിയുന്നതുകൊണ്ട് തന്നെ അവൻ പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. എന്നാൽ അതിനുമ്പേ ചോദിക്കുന്നുണ്ട് ഇനി ബേബി എങ്ങാനും കാർ ചെക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നോർത്തിന് വരത്തില്ല, പക്ഷേ ബേബി ജസ്റ്റ് വരുമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ആ വർക്കൊക്കെ ഞാൻ നോക്കിക്കോളാം, നിൻ്റെ വർക്ക് കഴിഞ്ഞ് നീ പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഡീൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ജെഫാണെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ പവർ വർക്ക് ആവുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവനൊരു വിഷൻ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു വിഷനിൽ ബേബിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നതായിട്ടാണ് അവൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ പെട്ടെന്ന് അലനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ടൈമിന് വിഷൻ കണ്ടതുകൊണ്ട് തന്നെ അതവൻ്റെ ബോഡിയിൽ എഫക്റ്റായിട്ട് അവൻ്റെ മൂക്കിൽ നിന്ന് ഭയങ്കരമായിട്ട് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. ഇവൻ്റെ ബോഡി വീക്ക് ആവുന്നുണ്ടായിരുന്നു. എന്നാലും എങ്ങനെയൊക്കെയോ ഫോൺ എടുത്ത് അലനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വിളിച്ച ശേഷം പെട്ടെന്ന് ഒന്ന് ബേബിനെ കോൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അലൻ എന്തു പറ്റി, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ജെഫാണെങ്കിൽ അവൻ്റെ ബോഡി വീക്ക് ആവുന്നുണ്ട്, തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് കൂടെ എൻഡ് ആവുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.